നിജേഷ് അരവിന്ദ് ഇന്ന് KPCC പ്രസിഡന്റ് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ സർക്കാർ ADGP MR അജിത് കുമാറിനെ ചേർത്ത് പിടിക്കുകയാണ്. അത് ഒരു പ്രത്യുപകാരമാണ് എന്നാണ്. DGP റാങ്കിലേക്കുള്ള പ്രൊമോഷന് തടസ്സം മാറിക്കിട്ടുകയാണല്ലോ മന്ത്രിസഭാ തീരുമാനത്തോടെ. എന്താണ് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കാൻ കാരണം? ADGP അജിത് കുമാർ നേരത്തെ വാർത്തകളിൽ നിറഞ്ഞത് കേരളത്തിലെ ഏറ്റവും വലിയ വിവാദമായിരുന്ന സ്വർണ്ണക്കടത്ത് കേസിലും സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തൽ കാലഘട്ടത്തിലുമായിരുന്നു. അന്ന് സ്വപ്ന സുരേഷ് പല കാര്യങ്ങളും പുറത്തു പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം അറിയാവുന്നത് തൻ്റെ കൂട്ടാളി സരിത്തിനാണ് എന്ന് പറഞ്ഞു. സരിത്തിൻ്റെ കാര്യം, സരിത്ത് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ കേരളം കാത്തിരുന്നു. എന്നാൽ ആ സരിത്തിനെ തട്ടിക്കൊണ്ടുപോകുന്നു. ഒരു വിജിലൻസ് കേസ് പോലും ഇല്ലാതിരുന്ന സരിത്തിനെ തട്ടിക്കൊണ്ടുപോയത്, കസ്റ്റഡിയിൽ വെച്ചത് അന്നത്തെ വിജിലൻസ് ഡയറക്ടറായിരുന്ന ശ്രീ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലാണ്. ആ അജിത് കുമാർ പിന്നീട് സർവീസിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു. ആരോപണം വരുന്നു. എന്തിനായിരുന്നു അന്ന് സരിത്തിനെ തട്ടിക്കൊണ്ടുപോയത് എന്ന് ചോദിച്ചാൽ, സ്വപ്ന സുരേഷ് പറഞ്ഞതിൻ്റെ ബാക്കി കാര്യങ്ങൾ സരിത്തിലൂടെ പുറത്തു വരാതിരിക്കാൻ, സ്വപ്ന സുരേഷ് പറഞ്ഞതിൻ്റെ തെളിവ് പുറത്തു വരാതിരിക്കാൻ, സ്വപ്ന സുരേഷ് പറഞ്ഞത്, ഏറ്റവും കൂടുതൽ പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വന്ന ഒരു ആരോപണത്തിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വിയർപ്പൊഴുക്കിയ ഒരു ഉദ്യോഗസ്ഥനാണ് കേരളത്തിന്റെ അന്നത്തെ വിജിലൻസ് ഡയറക്ടറായിരുന്ന അജിത് കുമാർ. സ്വാഭാവികമായിട്ടും ആ അജിത് കുമാറിനെ സംരക്ഷിക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വലിയൊരു കടമയാണ്. ആ കടമ അദ്ദേഹം നിർവഹിക്കുന്നു. കേരളത്തിലുടനീളം ADGP അജിത് കുമാറിനെതിരെ വലിയ വികാരങ്ങൾ വന്ന സമയത്ത്, ADGP അജിത് കുമാറിന്റെ സ്വത്ത് സമ്പാദന കേസ് കേരളത്തിൽ ചർച്ചയായപ്പോൾ, അദ്ദേഹത്തിന്റെ വീട് നിർമ്മാണം കേരളത്തിൽ ചർച്ചയായപ്പോൾ, ഇടതുപക്ഷത്തെ ഒരു MLA, പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആൾ PV അൻവർ നിരന്തരമായി കൊണ്ട് ADGP അജിത് കുമാറിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്ത് അദ്ദേഹമാണ് തൃശ്ശൂർ പൂരം കലക്കിയത് എന്ന് നിരന്തരമായി പറഞ്ഞിട്ടും ഒരു നടപടിയുമില്ലാതിരിക്കുന്നു. അന്ന് ബിനോയ് വിശ്വം CPIയുടെ സംസ്ഥാന സെക്രട്ടറി വളരെ കണിശമായി കൊണ്ട് ADGP അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അത് വിശ്വസിച്ചു. ADGP അജിത് കുമാർ അതിനിടയ്ക്ക് അദ്ദേഹം നടത്തിയ RSS നേതാക്കളുമായിട്ടുള്ള ചർച്ച, എന്തിനായിരുന്നു അന്ന് ദത്താത്രേയ ഹൊസബളയെ കണ്ടത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. വയനാട് പ്രളയത്തിൽ നമ്മളൊക്കെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് പ്രാർത്ഥന കൊണ്ടു നിൽക്കുന്ന സമയത്ത് വത്സൻ തില്ലങ്കേരി എന്ന RS നേതാവിനെ അദ്ദേഹം എന്തിനു കണ്ടു എന്ന വാർത്ത അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ADGP അജിത് കുമാറിനെ സംരക്ഷിക്കാൻ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹത്തെ ക്രമസമാധാന പാലനത്തിൽ നിന്ന് മാറ്റി നിർത്തുകയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. അതായത് ഒരു ശിക്ഷാ നടപടിയും അദ്ദേഹത്തിനെതിരെ വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ എണ്ണി നോക്കുകയാണെങ്കിൽ 3 അന്വേഷണങ്ങൾ MR അജിത് കുമാറിനെതിരെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും കേസ് എടുത്തിട്ടില്ല എന്നുള്ള വാദമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് സ്ക്രീനിംഗ് കമ്മിറ്റി പരിഗണിച്ചിട്ടുണ്ടാവുക. അതിനാൽ തന്നെ അദ്ദേഹത്തിന് ഈ സ്വാഭാവികമായി കിട്ടുന്ന ഈ പ്രൊമോഷൻ അത് തടയുവാനുള്ള നിയമപരമായ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ശ്രീ നിജേഷ് അരവിന്ദ്, താങ്കൾക്കറിയാമോ എന്താണ് ഈ അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ ഗതി എന്ന്? അതായത് പൂരം കലക്കലിനെ കുറിച്ചുള്ള അന്വേഷണം, അത് നേരത്തെ തന്നെ ഇത്തരത്തിലൊരു അന്വേഷണം നടന്നിട്ടുള്ളതാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അന്വേഷണമാണല്ലോ. അതിൽ ADGP MR അജിത് കുമാർ തൃശ്ശൂരിൽ ആ സമയത്ത് ഉണ്ടായതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അത് DGP ആണ് അത് അന്വേഷിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ RSS നേതാക്കളെ കണ്ടത്, ദത്താത്രേയ ഹൊസബളയെ കണ്ടത്, പ്രത്യേകിച്ചും റാം മാധവനെ കണ്ടതും ഇക്കാര്യവും അന്വേഷണ പരിധിയിൽ വരുന്നു. പിന്നെ വിജിലൻസ് അന്വേഷണം എന്ന രീതിയിൽ അനധികൃത സ്വത്ത് സമ്പാദനം, നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ഇതിന്റെ ഗതി എന്തായിട്ടുണ്ട് എന്ന്? എവിടെ വരെ ഈ അന്വേഷണം എത്തിയിട്ടുണ്ട് എന്ന്? ഇപ്പോൾ ആ അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഒരു ചാർജുമില്ല, ഒരു കേസുമില്ല. ഇതിന്റെ ബലത്തിലാണല്ലോ DGP ആകുവാനുള്ള യോഗ്യത ADGP MR അജിത് കുമാറിനുണ്ടായിരിക്കുന്നത്. അന്ന് അൻവർ MLA പറഞ്ഞ ഒരു വലിയ പ്രയോഗമുണ്ട്. സ്കൂൾ ഹെഡ് മാസ്റ്റർക്കെതിരെയുള്ള കേസ് ആ സ്കൂളിലെ പ്യൂൺ അന്വേഷിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന്. അന്ന് തന്നെ നമ്മൾ പറഞ്ഞതാണ്, ADGP അജിത് കുമാറിനെതിരെ, ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ ആ അന്വേഷണം എവിടെ എത്തുമെന്ന് നമ്മൾ പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട യാതൊരു കാര്യവുമില്ലല്ലോ. കേസ് ഏൽപ്പിച്ച ആൾക്ക് വളരെ കൃത്യമായ ധാരണയുണ്ട് ഈ കേസ് എവിടെയും എത്തരുത് എന്ന്. ഈ കേസ് എങ്ങനെ ഫ്രെയിം ചെയ്യണമെന്ന നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഇതേ അജിത് കുമാറാണ്. ഈ കേസിന്റെ ആദ്യവും അവസാനവും
എവിടെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്നത് ADGP അജിത് കുമാറിനാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിനെ പറ്റി അന്വേഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഈ കേസ് വന്നാൽ, കേസിന് FIR ഇട്ടാൽ, കേസിന് മുന്നോട്ട് പോയാൽ തന്റെ പ്രൊമോഷന് അത് തടസ്സമാകുമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന അജിത് കുമാർ ആ കേസ് മുന്നോട്ട് പോകാൻ അനുവദിക്കുമോ? ആരായിരുന്നു ആ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ? അദ്ദേഹത്തിന്റെ താഴെത്തട്ടിലുള്ള ആളുകളായിരുന്നു. എല്ലാ ദിവസവും ADGPക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ആളുകൾ അദ്ദേഹത്തിനെതിരെ, പ്രത്യേകിച്ച് പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് ഒരു കേസ് അന്വേഷിച്ചാൽ അതെവിടെ എത്തുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ലല്ലോ. ഞങ്ങൾ നേരത്തെ മഞ്ജുഷ് പറഞ്ഞ ഒരു കാര്യം മാത്രമേ നമ്മൾക്കുള്ളൂ. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, ഇതൊക്കെ നമ്മളൊക്കെ കാണുന്നുണ്ട്. ADGP ആയ അജിത് കുമാറിന് അമിതമായി സ്നേഹവും കരുതലും പരിലാളനയും കിട്ടാൻ എന്താണ് കാരണം എന്നുള്ളത് മാത്രമേ കേരളം കാണേണ്ടതുള്ളൂ, കേരളം പഠിക്കേണ്ടതുള്ളൂ. അത് ഏകദേശം വ്യക്തമാണ്, ഏകദേശം സുവ്യക്തമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ചില പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും പെട്ട സമയത്ത് കൈനീട്ടിക്കൊടുത്ത ആളാണ് അജിത് കുമാർ. സ്വാഭാവികമായി അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള നടപടികളിലേക്ക് പോകുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ നമ്മൾ ഈ സ്ക്രീനിങ് കമ്മിറ്റി എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങ് ഡൽഹിയിൽ നിന്ന് വന്ന ഏതോ കമ്മിറ്റിയാണ് എന്ന് വിചാരിക്കും. അല്ല, ഇവർ തന്നെയാണ് അതിന്റെ സ്ക്രീനിങ് കമ്മിറ്റി. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇരിക്കുന്നു, ഒന്നുമില്ല എന്ന് പറയുന്നു. പിന്നീട് പാസ്സാക്കേണ്ടതാണ് കേരളത്തിലെ മന്ത്രിസഭയാണ്, അവരത് പാസ്സാക്കുന്നു. ശരിയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. വേണമെങ്കിൽ ഈ പറയുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഇന്ത്യൻ പോലീസ് സർവീസ് പ്രൊമോഷൻ ടു സീനിയർ സ്കെയിൽ, ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രേഡ്, സെലക്ഷൻ ഗ്രേഡ്, സൂപ്പർ ടൈം സ്കെയിൽ ആൻഡ് എബോ സൂപ്പർ ടൈം സ്കെയിൽസ് ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ നിന്ന്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ളതാണ്. അതിന്റെ ഓരോ വാചകവും എടുത്ത് ഇഴകീറി പരിശോധിച്ചു കഴിഞ്ഞാൽ MR അജിത് കുമാറിനെ ഈ പാനലിൽ ഉൾപ്പെടുത്താതിരിക്കുവാനുള്ള കാരണങ്ങൾ കണ്ടെത്തുവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് അത് സാധിച്ചിട്ടുമില്ല. ശ്രീ